സൈക്കോളജിന്റെ ഡെഫിനിഷൻ എന്താണെന്നല്ല എക്സാമിന് വരിക. ഓരോ ഡെഫിനിഷൻസും പറഞ്ഞിരിക്കുന്ന വ്യക്തി സൈക്കോളജിസ്റ്റിന്റെ പേരായിരിക്കും ചോദിക്കുന്നത്. ഹായ് ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ CDPO ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ സൈക്കോളജി പാർട്ട്, അല്ലെ? കാരണം നാല് ഭാഗമായിട്ടാണ് തന്നിരിക്കുന്നത്. ഒന്ന് സോഷ്യൽ വർക്ക്, അതുപോലെ സോഷ്യോളജി, സൈക്കോളജി, ഹോം സയൻസ്. ഇതിൽ PG എടുത്തവർക്ക് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ഇതാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും. ഇനി സിലബസ് മാറാതിരിക്കുക അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. നമുക്ക് എന്തായാലും ഇപ്പൊ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. കാരണം സിലബസ് മാറിക്കഴിഞ്ഞാലും ഒത്തിരി അഴിച്ചുപണികളൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഓൾറെഡി ഒരുപാട് പേര് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾ ഇനിയും സിലബസ് മാറോ എന്ന് നോക്കിക്കൊണ്ടിരിക്കാതെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ സൈക്കോളജിയിൽ നമുക്ക് സൈക്കോളജിയിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെയാണ്. അതിന്റെ ഒരു ഡീറ്റെയിൽഡ് സിലബസ് ആണ് ഞാൻ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ CDPO നോട്ടിഫിക്കേഷൻ വന്നു. ജൂലൈ 1-ാം തീയതിയാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത്. ജൂലൈ 1-ാം തീയതിയാണ്. അപ്പൊ ഇനി അധികം ദിവസങ്ങളൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, CDPO എന്ന് പറയുമ്പോൾ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ ആണ്, അല്ലെ? അപ്പൊ അത് വനിതകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സൈക്കോളജി, അതുപോലെ തന്നെ സോഷ്യൽ വർക്ക്, സോഷ്യോളജി, ഹോം സയൻസ്, ഈ 4 PG എടുത്തവർക്ക് മാത്രമാണ്, PG ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പാരിറ്റീവ്ലി നമുക്ക് കോമ്പറ്റീഷൻ കുറവാണ്. പിന്നെ ഇതൊക്കെ ഭയങ്കര ടഫ് അല്ലേ, അപ്പൊ ഇതൊക്കെ ഞാൻ പഠിച്ചിട്ട് കിട്ടോ എന്ന് വിചാരിക്കുന്നവരാണ് മെജോറിറ്റിയും. അതായത് ഒരു 100%, ഒരു 80% അങ്ങനെ വിചാരിക്കുന്നവരാണ്. ബാക്കി 20% മാത്രമാണ് എനിക്ക് എന്തായാലും കിട്ടും, ഞാൻ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടും എന്നൊരു തോന്നുന്ന, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ച് പഠിക്കുന്ന സ്റ്റുഡൻസ് 20% മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെയും നിങ്ങളുടെ കോമ്പറ്റീഷൻ കുറയുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ നിങ്ങൾ പെടാതെ ഞാൻ സെക്കൻഡ് വൺ, അതായത് 20% ശ്രമിക്കാം. ഓക്കെ ആണല്ലോ? അപ്പോ നമ്മുടെ സൈക്കോളജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 6 യൂണിറ്റ് ആണ് നമുക്ക് മെയിൻലി ഉള്ളത്. സൈക്കോളജിയിൽ തന്നെ 6 യൂണിറ്റ് ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്ത് പഠിക്കേണ്ടത്. ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ സൈക്കോളജി എടുത്തവർക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള സബ്ജക്റ്റുകാർക്കാണെങ്കിലും അവരും സൈക്കോളജി എവിടെയൊക്കെ പഠിച്ചവരാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ട് അധികം പ്രശ്നമില്ലാതെ തന്നെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അടുത്ത യൂണിറ്റ് എന്ന് പറയുമ്പോൾ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ ആണ്. അപ്പൊ അതിൽ ഓരോന്നിലും എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് ഞാൻ വരുന്ന സ്ലൈഡിൽ കാണിക്കുന്നതായിരിക്കും. ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയറിൽ നമ്മൾ നേരത്തെ 10ലും +1+2 പഠിച്ച സയൻസ് പാർട്ട്, നമ്മുടെ ബ്രെയിനിനെ കുറിച്ചും നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം, അതുമായിട്ട് നമ്മുടെ സയൻസും സൈക്കോളജിയും ആയിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയറിലുണ്ട്. ദെൻ യൂണിറ്റ് 3 വളരെ സിമ്പിൾ ആണ്. സെൻസേഷൻ, അറ്റൻഷൻ, പെർസെപ്ഷൻ ആൻഡ് കോൺഷ്യസ്നെസ് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് യൂണിറ്റ് 3യിലുള്ളത്. ദെൻ യൂണിറ്റ് 4 എന്ന് പറയുമ്പോൾ സൈക്കോളജിക്കൽ പ്രോസസ് ആണ്. സൈക്കോളജിക്കൽ പ്രോസസ് അതിൽ എന്തൊക്കെയാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു തരാം. ദെൻ യൂണിറ്റ് 5 എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ആൻഡ് അബ്നോർമൽ ബിഹേവിയർ ആണ്. സോ ഇവിടെ പേഴ്സണാലിറ്റി തന്നെ നമുക്ക് പേഴ്സണാലിറ്റി കണ്ടെത്താനുള്ള ടെക്നിക്സ് ഉണ്ട്, പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. സോ അത്തരം പ്രൊജക്റ്റീവ് ടെക്നിക്സിനെ കുറിച്ച് ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പേഴ്സണാലിറ്റി ആൻഡ് അബ്നോർമൽ ബിഹേവിയർ എന്നുള്ള യൂണിറ്റ് 5ലാണ്. ദെൻ യൂണിറ്റ് 6 പറയുന്നത് സോഷ്യൽ സൈക്കോളജി ആണ്. ഓക്കെ, സോഷ്യൽ സൈക്കോളജി. അപ്പൊ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ആക്ച്വലി ഇപ്പൊ കേട്ടിട്ട് CTET ലെവലിൽ പഠിക്കുന്ന ഒരു സൈക്കോളജി അല്ല, ഇത് PG ലെവലിലുള്ള സൈക്കോളജി ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ചിലപ്പോൾ ഇതിൽ പലരും ചിലപ്പോൾ BEd കഴിഞ്ഞിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എനിക്ക് സൈക്കോളജിയിലൊക്കെ ഫുൾ മാർക്ക് കിട്ടിയതാണ്, അപ്പൊ ഇതെനിക്ക് ഈസി ആയിരിക്കും എന്നൊരു ധാരണ വേണ്ട. കാരണം അതും ഇതും അത്യാവശ്യം നല്ല ഡിഫറൻസ് തന്നെ ഉണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു ഐഡിയ, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പഠിക്കാൻ കുറച്ചുകൂടെ ഒന്ന് എളുപ്പമാണ് എന്നൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ സൈക്കോളജി PG ഒക്കെ എടുത്തവർക്ക് സൈക്കോളജി പാർട്ട് എന്തായാലും അത്യാവശ്യം ഈസി ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. അപ്പൊ ആദ്യം തന്നെ നോക്കിക്കേ, ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ആണ്, അല്ലെ? ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി. അപ്പൊ അതിൽ തന്നെ അപ്രോച്ചസ് ടു സൈക്കോളജി പഠിക്കാനായിട്ടുണ്ട്. ദെൻ സ്ട്രക്ചറലിസം, അല്ലെ? സ്ട്രക്ചറലിസം എന്നുള്ളൊരു കാര്യം പഠിക്കാനായിട്ടുണ്ട്. ബിഹേവിയറിസം പഠിക്കാനായിട്ടുണ്ട്. ജസ്റ്റാൾട്ട് സൈക്കോളജി, അല്ലെ? ജസ്റ്റാൾട്ട് സൈക്കോളജി തന്നെ നമുക്ക് ഒരുപാട് ലോസ് ഒക്കെ പഠിക്കാനായിട്ടുണ്ട്, അല്ലെ? ലോ ഓഫ് അപ്രോച്ച്, ലോ ഓഫ് ക്ലോഷർ എന്നൊക്കെ പറയുന്ന ലോസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പിന്നെ ബയോളജിക്കലിൽ പഠിക്കാനായിട്ടുള്ളത് സൈക്കോ അനലിറ്റിക്, പിന്നെ ഹ്യൂമനിസ്റ്റിക്, പിന്നെ കോഗ്നിറ്റീവ് അപ്രോച്ചസിൽ പിന്നെ മെത്തേഡ്സ് ഇൻ സൈക്കോളജി പഠിക്കാനായിട്ടുണ്ട്. ഒബ്സർവേഷൻസ് പഠിക്കാനായിട്ടുണ്ട്. കേസ് സ്റ്റഡി പഠിക്കാനായിട്ടുണ്ട്. സർവേ പഠിക്കാനായിട്ടുണ്ട്. എക്സ്പെരിമെന്റ് മെത്തേഡ്സ് പഠിക്കാനായിട്ടുണ്ട്.
അപ്പൊ ഈ കേസ് സ്റ്റഡി എനിക്ക് തോന്നുന്നു നേരത്തെ ബേസിക് സൈക്കോളജി അറിയുന്നവർക്ക് കേസ് സ്റ്റഡി പോലുള്ള കാര്യങ്ങൾ അറിയും. സർവേയും നമുക്ക് ജനറലി പഠിക്കാനുള്ളതാണ്. അതിൽ തന്നെ എക്സ്പെരിമെന്റൽ മെത്തേഡ്സ് ഒക്കെ ചിലപ്പോൾ പുതിയതായിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിൽ നമുക്ക് ബേസിക്കലി പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്രോച്ചസ് ടു സൈക്കോളജി, സ്ട്രക്ചറലിസം, ബിഹേവിയറിസം, ജസ്റ്റാൾട്ട് സൈക്കോളജി, പിന്നെ സൈക്കോ അനലിറ്റിക്, ഹ്യൂമനിസ്റ്റിക്, കോഗ്നിറ്റീവ് അപ്രോച്ചസ്, മെത്തേഡ്സ് ഇൻ സൈക്കോളജിയിൽ തന്നെ മെത്തേഡ്സ് ഏതൊക്കെ മെത്തേഡ്സ് ആണ്? ഒബ്സർവേഷൻ മെത്തേഡ്, കേസ് സ്റ്റഡി മെത്തേഡ്, സർവേ മെത്തേഡ്, എക്സ്പെരിമെന്റൽ മെത്തേഡ്സ്. ഇതൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിൽ പഠിക്കാനായിട്ടുള്ളത്. അടുത്തതാണ് ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത്, അല്ലെ? ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ. സോ അതിൽ ബ്രെയിൻ ആൻഡ് ബിഹേവിയർ, ന്യൂറോൺ, സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ, സിനാപ്സ്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ 10ാം ക്ലാസ് ലെവലും +1+2 പഠിച്ച കാര്യമാണ് ഈ ന്യൂറോൺസ് പോലുള്ള കാര്യങ്ങൾ. സിനാപ്സ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, CNS, അതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം, അല്ലെ? പിന്നെ സെറിബ്രൽ ഹെമിസ്ഫിയർ, ഹെമിസ്ഫിയറിക് സ്പെഷ്യലൈസേഷൻ, ലോബ്സ്, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, പിന്നെന്താ ഹൈൻഡ് ബ്രെയിൻ, എൻഡോക്രൈൻ സിസ്റ്റം, ഹോർമോൺസ് ആൻഡ് ബിഹേവിയർ, ലിംബിക് സിസ്റ്റം, ഹിപ്പോകാമ്പസ്, അങ്ങനെയുള്ള സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം ജീൻസ് ആൻഡ് ബിഹേവിയർ, സെൻസറി ആൻഡ് മോട്ടോ പ്രോസസിംഗ്, ലോക്കലൈസേഷൻ ഓഫ് ലാംഗ്വേജ്, ലോക്കലൈസേഷൻ ഓഫ് പെർസെപ്ഷൻ പോലുള്ള കാര്യങ്ങളാണ് നമുക്ക് അടുത്ത യൂണിറ്റ്, 2ാമത്തെ യൂണിറ്റിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനി 3ാമത്തെ യൂണിറ്റ് ആണ് സെൻസേഷൻ, അറ്റൻഷൻ, പെർസെപ്ഷൻ, കോൺഷ്യസ്നസ് എന്നുള്ള ഭാഗം. അതിൽ സെൻസറി ത്രഷോൾഡ്സ്, അറ്റൻഷൻ, ടൈപ്സ് ഓഫ് അറ്റൻഷൻ, മോഡൽസ് ഓഫ് അറ്റൻഷൻ, then subliminal perception, color perception, cues, perception of form, then pattern or objects, figure and grounds, പിന്നെ contour perceptual constancies, അങ്ങനെയുള്ള കാര്യങ്ങൾ. സൈസ്, ഷേപ്പ്, ഓറിയന്റേഷൻ, ബ്രൈറ്റ്നസ്, ഇല്യൂഷൻസ്, ടൈപ്പ് ഓഫ് ഇല്യൂഷൻസ്, ESP, സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നസ്, ബയോളജിക്കൽ റിതംസ്, ഡ്രീം ആൻഡ് സ്ലീപ്പ്, ASC മെഡിറ്റേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അവിടെ കാണുന്ന ബേസിക് ആയിട്ടുള്ള സൈക്കോളജി അല്ല. ഈ മൊഡ്യൂൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു മൊഡ്യൂളാണ്, അല്ലെങ്കിൽ യൂണിറ്റ് ആണ് നമ്മുടെ സെൻസേഷൻ, അറ്റൻഷൻ, പെർസെപ്ഷൻ എന്നുള്ള ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്ത സൈക്കോളജിക്കൽ പ്രോസസ് എന്നുള്ള 4ാമത്തെ യൂണിറ്റ് ആണ് സൈക്കോളജിക്കൽ പ്രോസസ്. സോ അതിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഒപ്പറാൻഡ് കണ്ടീഷനിങ്, കോഗ്നിറ്റീവ് ലേണിംഗ്, ഒബ്സർവേഷൻ ലേണിംഗ്, മെമ്മറി, എൻകോഡിംഗ്, സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ process, sensory, short term and long term memories, chunking, working memory, semantic and episodic memory, explicit and implicit memory, forgetting, decay, interference, repression, amnesia, mnemonics, cognitive process, images and concepts, പ്രോട്ടോടൈപ്സ്, ലാംഗ്വേജസ്. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ പഠിക്കാനുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സൈക്കോളജിക്കൽ പ്രോസസ് എന്നുള്ള ഈ ഒരു മൊഡ്യൂള് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന, ഇപ്പൊ സൈക്കോളജി പഠിക്കാത്തൊരു കുട്ടിക്കാണെങ്കിൽ പോലും പഠിച്ചെടുക്കുന്നതാണ്. ഇപ്പൊ BEd ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ അതിൽ നമ്മുടെ കേട്ടറ്റും സീറ്റന്റെ ഒക്കെ പഠിക്കാനുള്ള പോർഷൻസ് തന്നെയാണ് ഈ ഒരു ഏരിയയിൽ ഉള്ളത്. അതായത് നമ്മുടെ കണ്ടീഷനിങ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഒപ്പാരന്റ് കണ്ടീഷനിങ്ങും ഒബ്സർവേഷൻ ലേണിംഗ് തിയറീസ് ഒക്കെ, അങ്ങനെയുള്ള തിയറീസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഇവിടെ പഠിക്കുന്നതാണ്. ഇനി അടുത്തതാണ് പേഴ്സണാലിറ്റി ആൻഡ് അബ്നോർമൽ ബിഹേവിയർ എന്ന് പറയുന്നത്. സോ ഇതിന്റെ ബാക്കിയാട്ടോ ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിങ്, ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക, സിലബസ് നോക്കുക. ദെൻ പേഴ്സണാലിറ്റി ആൻഡ് അബ്നോർമൽ ബിഹേവിയർ എന്നുള്ള അടുത്ത യൂണിറ്റ്. അതിൽ തന്നെ അപ്രോച്ചസ് ടു പേഴ്സണാലിറ്റി, മേജർ ഐഡിയാസ് ഓഫ് ഫ്രോയിഡ്സ് തിയറി, അല്ലെ? സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഫ്രോയിഡ്സ് തിയറി, അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി, സെൽഫ് റിപ്പോർട്ട് ആൻഡ് പ്രൊജക്റ്റീവ് മെഷേഴ്സ്. കണ്ടോ, പ്രൊജക്റ്റീവ് മെഷേഴ്സിനെ കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. DSM, ICD ക്ലാസിഫിക്കേഷൻ, നോർമാലിറ്റി, അബ്നോർമാലിറ്റി, സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഓഫ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ്, ADHD കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. കണ്ടക്ട് ഡിസോർഡറിനെ കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. ഓപ്പോസിഷണൽ ഡിഫൈൻഡ് ഡിസോർഡർ, ആൻസൈറ്റി ഡിസോർഡേഴ്സ്, മൂഡ് ഡിസോർഡേഴ്സ്, അങ്ങനെയുള്ള ഡിസോർഡേഴ്സിനെ പറ്റിയിട്ടും പേഴ്സണാലിറ്റിനെ പറ്റിയിട്ടുമാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് 5ാമത്തെ യൂണിറ്റിൽ പഠിക്കാനായിട്ടുള്ളത്. ദെൻ നമ്മുടെ 6ാമത്തെ ഫൈനൽ യൂണിറ്റിൽ സോഷ്യൽ സൈക്കോളജിനെ കുറിച്ചാണ് പഠിക്കാനായിട്ടുള്ളത്. സോ സോഷ്യൽ പെർസെപ്ഷൻ, ആട്രിബ്യൂഷൻ, ഇംപ്രഷൻ ഫോർമേഷൻ, സോഷ്യൽ കോഗ്നിഷൻ, സോഷ്യൽ ഇൻഫ്ലുവൻസ്, കൺഫോർമിറ്റി, കംപ്ലൈൻസ്, ഒബീഡിയൻസ്, പിന്നെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച്, പ്രിജുഡൈസ്, ഡിസ്ക്രിമിനേഷൻസ്, പ്രോ സോഷ്യൽ ബിഹേവിയേഴ്സ് ഒക്കെയാണ് നമ്മുടെ സോഷ്യൽ സൈക്കോളജി എന്നുള്ള ഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് സോഷ്യൽ സൈക്കോളജി എന്നുള്ള ഭാഗത്ത് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. നമ്മുടെ സൈക്കോളജിന്റെ സിലബസ് മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സൈക്കോളജിന്റെ സിലബസ് 6 യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വേണം നമുക്ക് പഠിക്കാനായിട്ട്. സോ ഇനിയുള്ള ദിവസങ്ങളിൽ, അല്ലെ, നമുക്ക് എക്സാം ഡേറ്റ് വന്നിട്ടില്ല, പക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെ പഠിക്കണം, ഇതുപോലെ കൃത്യമായിട്ട് ഓരോ മൊഡ്യൂൾസ് അറിഞ്ഞുകൊണ്ട്, ഓരോ മൊഡ്യൂൾസിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് അറിഞ്ഞുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. നോക്കിക്കേ. ഇൻ ദ ഓറൽ സ്റ്റേജ് എ ചൈൽഡ്സ് ഇറോജനിക് സോൺ ഈസ് മൗത്ത് സക്കിംഗ് ഇസ് ദ മെയിൻ ആക്ടിവിറ്റി. അല്ലെ, ഇൻ ദ ഓറൽ സ്റ്റേജ്
എ ചൈൽഡ്സ് ഇറോജനിക് സോൺ ഈസ് മൗത്ത് സക്കിംഗ് ഇസ് ദ മെയിൻ ആക്ടിവിറ്റി. ഇഫ് ദിസ് ഈസ് നോട്ട് ഡൺ പ്രോപ്പർലി ഇറ്റ് അഫക്ട്സ് ദ ഡെവലപ്മെന്റ്. സോ ഫ്രോയിഡ് കോൾ ദിസ് അല്ലെ. അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡിന്റെയാണ് ഈ ഒരു തിയറി എന്ന് പറയുന്നത് അല്ലെ. സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് ആണ് ആ തിയറിന്റെ പേര്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു തിയറി ഉണ്ട്. ആ തിയറിയിൽ തന്നെ ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. ഓറൽ സ്റ്റേജ്, ആനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ജെനൈറ്റൽ സ്റ്റേജ് എന്ന് പറയുന്ന ഒരുപാട് സ്റ്റേജസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ സ്റ്റേജസിലെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഓറൽ സ്റ്റേജിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു സെക്ഷൽ ഡെവലപ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് മൗത്ത് സക്കിംഗ് എന്ന് പറയുന്നത്. അതായത് അവിടെ ആ മൗത്തിലായിരിക്കും, ആ സമയത്ത് മൗത്തായിരിക്കും അവിടുത്തെ ഇറോജനിക് സോൺ, അതായത് പ്ലഷർ അനുഭവപ്പെടുന്നത് അവർക്ക് മൗത്തിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. സോ അത് ആ ഒരു ടൈമിൽ പ്രോപ്പർലി നടന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ അത് സ്റ്റോപ്പ് ആവും എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരു സ്തംഭനം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന് പറയുന്ന ഫ്രോയിഡ് കൊടുത്ത പേരെന്താണ്? സ്റ്റക്ക് ആണോ, ഫെയിലിയർ ആണോ, ഡീഗ്രോത്ത് ആണോ, ഫിക്സേഷൻ ആണോ? വളരെ ഈസിയാണ്. എന്താണ് ആൻസർ? ഓപ്ഷൻ ഡി, ഫിക്സേഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ഓപ്ഷൻ ഡി, ഫിക്സേഷൻ ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. സോഷ്യോമെട്രി, എ ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ് മെത്തേഡ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ സോഷ്യൽ റിലേഷൻഷിപ്പ് ഡെവലപ്ഡ് ബൈ. അപ്പൊ ഇത് സോഷ്യൽ സൈക്കോളജി എന്നുള്ളൊരു ഭാഗത്ത് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ സോഷ്യോമെട്രി എന്ന് പറയുന്നത്. നമുക്കറിയാം സോഷ്യോമെട്രി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻസിന്റെ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ രണ്ട് പേഴ്സൺസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ അളക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക് ആണ് നമ്മുടെ സോഷ്യോമെട്രി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? അത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ജോസഫ് ഡി നൊവാക് ആണോ, ജെ.എൽ. മൊറീനോ ആണോ, ഐസ്നെക് ആണോ, ജീൻ ലേവ് ആണോ? എന്താണ് ആൻസർ? ഓപ്ഷൻ ബി, ജെ.എൽ. മൊറീനോ ആണ് ആൻസർ എന്ന് പറയുന്നത് അല്ലെ. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. അപ്പൊ ഇതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾ ഒപ്പം തന്നെ എന്ത് ചെയ്യുക? പഠിച്ചുകൊണ്ട് പോവുക, പ്രാക്ടീസ് ചെയ്ത് പോവുക. നമ്മൾ പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ ക്വസ്റ്റൻസും കൂടെ പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാലാണ് നമുക്ക് എക്സാമിന്റെ സമയത്ത് അധികം ബേർഡൻ ഇല്ലാതെ നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ, നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഈ ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് എ ഹ്യൂമനിസ്റ്റ്? കണ്ടോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എബ്രഹാം മാസ്ലോ, കാൾ റോജേഴ്സ്, ഓദർ കോംബസ്, ഓൾ ഓഫ് ദീസ്. അപ്പൊ എന്താണ് ആൻസർ? നമുക്കിവിടെ മൂന്നാമത്തെ വ്യക്തിനെ അറിഞ്ഞില്ലെങ്കിൽ പോലും എബ്രഹാം മാസ്ലോനെയും കാൾ റോജേഴ്സിനെയും എന്തായാലും അറിയും. അപ്പൊ ആ രണ്ടെണ്ണം വരുന്നുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് അറിഞ്ഞാൽ മതി. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. ഇനി ഞാൻ നമ്മുടെ സൈക്കോളജിന്റെ ഡെഫിനിഷൻ അതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് സൈക്കോളജിന്റെ ഡെഫിനിഷൻസ്. അപ്പൊ ഒരിക്കലും സൈക്കോളജിന്റെ ഡെഫിനിഷൻ എന്താണെന്നല്ല എക്സാമിന് വരിക. ഓരോ ഡെഫിനിഷൻസും പറഞ്ഞിരിക്കുന്ന വ്യക്തി, സൈക്കോളജിസ്റ്റിന്റെ പേരായിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ ഒരു സൈക്കോളജിന്റെ ഒരു ഡെഫിനിഷൻ തരും, എന്നിട്ട് അവിടെ താഴെ തന്നിരിക്കുന്നത് ഈ ഡെഫിനിഷൻ ആരുടെയാണ്, ആരാണ് ഈ കാര്യം ഡിഫൈൻ ചെയ്തത് എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ അതാണ് ഇവിടെ ഞാൻ പറയുന്നത്. അതായത് സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സോൾ. ഓക്കെ, സൈക്കോളജി ഈസ് എ സ്റ്റഡി ഓഫ് സോൾ എന്ന് പറഞ്ഞത് പ്ലേറ്റോ അതുപോലെ തന്നെ അരിസ്റ്റോട്ടിൽ ആണ്. എന്താണ്? സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സോൾ എന്ന് പറഞ്ഞത് പ്ലേറ്റോ അതുപോലെ അരിസ്റ്റോട്ടിൽ ആണ്. ആക്ച്വലി പ്ലേറ്റോ എന്ന് പറയുന്നത് നമ്മുടെ ഫിലോസഫിയിലെ ഐഡലിസ്റ്റിന്റെ ഫാദർ എന്നറിയപ്പെടുന്നതാണ് പ്ലേറ്റോ അല്ലെ. ഫാദർ ഓഫ് ഐഡലിസം എന്ന് പറയുന്നതാണ് പ്ലേറ്റോ. അപ്പൊ ആ ഫിലോസഫിയിൽ തന്നെ അല്ലെങ്കിൽ ഐഡലിസ്റ്റിൽ തന്നെ ശരിക്കും പറയുന്നത് അവിടെ സ്പിരിച്വാലിറ്റി, സോളിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് സൈക്കോളജി ഈസ് എ സ്റ്റഡി ഓഫ് സോൾ എന്ന് പറയുന്നുണ്ട്. ഇനി സൈക്കോളജി ഈസ് എ സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് EAP-യിലാണ്. ഓക്കെ, സൈക്കോളജി ഈസ് എ സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് EAP-യിലാണ് അല്ലെ. EAP-യിൽ. ഇനി സൈക്കോളജി ഈസ് എ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞത് BF സ്കിന്നർ ആണ്. BF സ്കിന്നറിനെയൊക്കെ നമുക്കറിയാം. BF സ്കിന്നർ ആണ് എന്ത് പറഞ്ഞത്? സൈക്കോളജി ഈസ് എ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി സൈക്കോളജി ഈസ് എ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞത് ക്രോ ആണ്. അപ്പൊ ഇവിടെ ആക്ച്വലി നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാം ഒരേപോലെ നിങ്ങൾക്ക് തോന്നും. സോ ആദ്യത്തെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. സോൾ എന്ന് പറയുമ്പോൾ തന്നെ പ്ലാറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ ആണ്, റിലേറ്റഡ് ടു ഐഡലിസം. സോ അങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ദെൻ ഇസ് എ സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് എക്സ്പീരിയൻസ് പറഞ്ഞത് EAP-യിലാണ്. ദെൻ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ഹ്യൂമൻ ബീങ്സ് എന്നുള്ളൊരു വാക്ക് ചേർത്തത് BF സ്കിന്നർ ആണ്. ദെൻ റിലേഷൻഷിപ്പ്, ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞത് ക്രോ ആണ്. ഇനി അടുത്ത ഡെഫിനിഷനോ, സൈക്കോളജി ഈസ് എ സയൻസ് ഓഫ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽ ഇൻ റിലേഷൻ ടു ദ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞത് വേർഡ്സ്വർത്ത് ആണ്. ഓക്കെ, വേർഡ്സ്വർത്ത് ആണ് ആ ഒരു ഡെഫിനിഷൻ നൽകിയത്. ദെൻ സൈക്കോളജി ഈസ് എ സയൻസ് ഓഫ് ബിഹേവിയർ എന്ന് പറഞ്ഞത് വാട്സൺ ആണ്. ഓക്കെ, വാട്സൺ ആണ് എന്ത് പറഞ്ഞത്? സൈക്കോളജി ഈസ് എ സയൻസ് ഓഫ് ബിഹേവിയർ. സിമ്പിൾ ഡെഫിനിഷൻ ആണ് അല്ലെ.
അത് പറഞ്ഞത് വാട്സൺ ആണ്. ആൻഡ് സൈക്കോളജി ഇസ് എ സ്റ്റഡി ഓഫ് ബിഹേവിയർ. കണ്ടോ, എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കണം, ഒരിക്കലും കൺഫ്യൂഷൻ ആവരുത്. സയൻസ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത് വാട്സൺ ആണ്. സൈക്കോളജി ഇസ് എ സ്റ്റഡി ഓഫ് ബിഹേവിയർ, ജസ്റ്റ് സ്റ്റഡി ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത് പിൽസ്ബർഗ് ആണ്. അപ്പൊ ഇവിടെ ആക്ച്വലി സൈക്കോളജി ഇസ് എ സ്റ്റഡി ഓഫ് ബിഹേവിയർ എന്ന് തന്നിട്ട് അവിടെ പിൽസ്ബർഗും വാട്സണും പിന്നെ അതുപോലെ ഇവിടെ ബിഹേവിയറിനെ കുറിച്ച് ആരാ പറയുന്നത്, നമ്മുടെ BF സ്കിന്നർ സയൻസ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നുണ്ട്. സോ സ്കിന്നറിനെയൊക്കെ തന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് അവിടെ ഉറപ്പിച്ച് പഠിക്കുക. ഓരോ കാര്യം പഠിക്കുമ്പോൾ ചുമ്മാ വായിച്ചു വിടാതെ നല്ല ഡീപ്പ് ലെവൽ തന്നെ, ഒരു ഡീപ്പ് ലേണിംഗ് തന്നെ നമുക്ക് ഈ ഒരു CDPOന്റെ എക്സാമിനായിട്ട് ആവശ്യമുണ്ട്. ദെൻ അടുത്തത് നോക്കിക്കേ, സൈക്കോളജി ഇസ് എ സയൻസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് ക്രൂസ് പറഞ്ഞിട്ടുണ്ട്, ക്രൂസ് ആണ് പറഞ്ഞത്. ദെൻ സൈക്കോളജി ഇസ് എ സയൻസ് ഓഫ് മെന്റൽ ആക്ടിവിറ്റി ഓഫ് ആൻ ഓർഗാനിസം എന്ന് പറഞ്ഞത് JP ഗിൽഫോർഡ് ആണ്, ഗിൽഫോർഡ് ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സയൻസ് ഓഫ് മെന്റൽ ആക്ടിവിറ്റി ഓഫ് ആൻ ഓർഗാനിസം എന്ന് പറഞ്ഞത് JP ഗിൽഫോർഡ് ആണ്. Then psychology is a scientific study of the behavior of an organism that interact with the external world എന്ന് പറഞ്ഞത് കേർട്ട് കോഫ്കെ ആണ്. ഓക്കെ, കേർട്ട് കോഫ്കെ ആണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, സൈക്കോളജിന്റെ സിലബസും അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഡെഫിനിഷൻസും അതിന്റെ ആരാണ് ഡെഫിനിഷൻ കൊടുത്ത് എന്നുള്ളൊരു കാര്യം നമ്മുടെ ഒരു മോഡൽ 2 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോന് താഴെ തന്നെ കമന്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 1-ാം തീയതിയാണ്. അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് ജൂലൈ 1-ാം തീയതിയാണ്. സോ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോന് താഴെ തന്നെ കമന്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 8589083568 എന്ന് പറയുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു.